ഹലോ ഹമാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുട്ട ബജി റെസിപ്പിയുമായിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് പുഴുങ്ങാൻ വെക്കാം. അപ്പോൾ പുഴുങ്ങി തൊലി കളഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കാനുള്ള മാവ് റെഡിയാക്കാം. 1.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 3-4 കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് വെള്ളം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം. ഇനി ഇതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കാം. ഞാൻ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ചപ്പ് എടുത്തിട്ടുണ്ട്, മുളകും എടുത്തിട്ടുണ്ട്, പിന്നെ 4 ഇല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇനി ഓരോ കഷ്ണം എടുത്ത് ചമ്മന്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ അപ്പോൾ എല്ലാ കഷ്ണത്തിലും ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി 4 മണി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നത്.